Hello friends, welcome back to another video of Shan's Little Hut. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ്. കോളിഫ്ലവർ മസാലയുടെ ഈസി റെസിപ്പിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ട് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മിനിമം സൈസ്ഡ് ഒണിയനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ക്യാപ്സിക്കം, ഒരു പച്ചമുളക് എന്നിവയാണ് വേണ്ടത്. ഒരു ചെറിയൊരു കോളിഫ്ലവറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി അടുപ്പിൽ ഞാനൊരു അയൺ കടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിൽ സവാള ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഇളക്കാം. അങ്ങനെ സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ച ക്യാപ്സിക്കം, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചെയ്തെടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റായിരുന്നു റെസിപ്പിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കിയെടുക്കുക, ചിക്കൻ ആയാലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ ആണ്. അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. അത് നല്ലോണം ഒന്ന് വഴണ്ടി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മസാലയൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. കോളിഫ്ലവർ മസാലയിൽ കിടന്ന് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തതാണ്. കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഗ്രേവി ആയി കിട്ടും. അത് വറ്റിച്ചെടുത്താൽ നമ്മൾ ഉപ്പ് സവാളയിൽ ചേർത്ത് കൊടുത്തതായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക.
അങ്ങനെ കോളിഫ്ലവർ ഒന്ന് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ വേവിക്കാം, നല്ലോണം ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ വേവിക്കാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, മല്ലിയില എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി ഡിഷാണ്. എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്നും ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാ റെസിപ്പീസിനെ കുറിച്ചും ഒരുപാട് പേര് കമൻറ്റ്സ് പറയലുണ്ട്. ഒത്തിരി താങ്ക്സ്. ഇനിയും പുതിയ പുതിയ റെസിപ്പി വീഡിയോസുമായിട്ട് വരുന്നതാണ്.